ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ ചാപ്റ്റർ, ഒരു ഭിന്നസംഖ്യ പല രൂപം. ഇതിൽ നമ്മൾ 2ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി പേജ് 26 ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ പേജ് നമ്പർ 24ലെയും 25ൻ്റെയും പ്രവർത്തനങ്ങൾ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. കൂടാതെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത് വായിച്ചിട്ട് ഏത് ഭിന്നസംഖ്യയുടെയും അംശത്തെയും ഛേദത്തെയും ഒരേ എണ്ണൽസംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ ഭിന്നസംഖ്യയുടെ തന്നെ ഒരു രൂപമാവും എന്ന് നമ്മൾ വായിച്ചു. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക പൂരിപ്പിക്കാനാണുള്ളത്. അപ്പോൾ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് ഈ പട്ടിക പൂരിപ്പിക്കുമല്ലോ. ഇവിടെ ആദ്യം ഭിന്നം തന്നിട്ടുണ്ട്, ഗുണിക്കുന്ന സംഖ്യ തന്നിട്ടുണ്ട്, അംശം ഛേദം മറ്റൊരു രൂപം. ആദ്യത്തെ ഇതിൻ്റേത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ. 2/3 ഗുണിക്കുന്ന സംഖ്യ 4. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അംശത്തെയും ഛേദത്തെയും ഒരേ എണ്ണൽ സംഖ്യ കൊണ്ട്. അപ്പോൾ ഗുണിക്കുന്ന സംഖ്യ 4 ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കാം. അപ്പോൾ അംശത്തെ നമ്മൾ ഗുണിച്ചപ്പോൾ 2നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 8 കിട്ടി. 3നെ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 12 കിട്ടി. ഇപ്പോൾ മറ്റൊരു രൂപം എന്താണ്? 8/12. 2/3ൻ്റെ മറ്റൊരു രൂപമാണ് 8/12. അപ്പോൾ നമുക്ക് ആദ്യത്തേത് ഇവിടെ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തേത് നോക്കാം. രണ്ടാമത്തെ സംഖ്യ എന്താണ്? 2/3 തന്നെയാണ്. ഓക്കെ, 2/3. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സംഖ്യ 2/3. അപ്പോൾ നമുക്ക് 2/3നെ ഗുണിക്കുന്ന സംഖ്യ 6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 6 നമ്മുടെ അംശത്തെയും ഛേദത്തെയും 6 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ 2 ഗുണിക്കണം 6 എത്രയാണ്? അംശം നമുക്ക് കിട്ടുക എത്രയാണ്? 12 ആണ്. 12. അതേപോലെ ഛേദം 3 ഗുണിക്കണം 6 നമുക്ക് എത്ര കിട്ടുക? 18. ഓക്കെ, അപ്പോൾ മറ്റൊരു രൂപം എന്തായിട്ട് നമുക്ക് എഴുതാം? 2/3 സമം 12/18. ഓക്കെ, 12/18. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ, രണ്ടാമത്തെ കണക്ക് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ സംഖ്യ തന്നിരിക്കുന്നത് എത്രയാണ്? 3/4. 3/4. ഇവിടെ തന്നിരിക്കുന്ന ഗുണിക്കുന്ന സംഖ്യ തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടില്ല, അംശം തന്നിട്ടില്ല, പക്ഷെ ഛേദം തന്നിട്ടുണ്ട് അല്ലേ. ഛേദം എന്ന് പറയുമ്പോൾ താഴെയുള്ളത്. അപ്പോൾ ഛേദം 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഇത് രണ്ടും നമ്മൾ പൂരിപ്പിക്കേണ്ടത്. അപ്പോൾ ഛേദം 12 ആവണമെങ്കിൽ, അതായത് 4 12 ആവണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവണം? നമ്മൾ 3 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടാവണം. എന്നാലല്ലോ നമുക്ക് 12 കിട്ടുക. അപ്പോൾ 4 ഗുണിക്കണം 3 12. ഇവിടെ നമ്മൾ പറഞ്ഞു അംശത്തെയും ഛേദത്തെയും ഒരേ എണ്ണൽ സംഖ്യ ഉണ്ട്. അപ്പോൾ നമ്മൾ 3നെ അംശത്തെയും 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3 ഗുണിക്കണം 3 എത്രയാണ്? 9. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? 9/12. അപ്പം നമ്മൾ ഗുണിക്കുന്ന സംഖ്യ ഇവിടെ ഏതാണ്? 3. ഓക്കെ, അംശം നമുക്ക് എത്രയാണ് കിട്ടിയത്? 9, ഛേദം 12. ശരി. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? 9/12. ഓക്കെ, 3/4 സമം 9/12. ഇനി നമുക്ക് നാലാമത്തെ കണക്ക് നോക്കാം. നാലാമത്തെ സംഖ്യ നമുക്ക് തന്നിട്ടിരിക്കുന്നത് എന്താണ്? 3/4. ഇവിടെയും നമുക്ക് ചില കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3/4. ഓക്കെ, 3/4 ഇവിടെ തന്നിരിക്കുന്ന ഗുണിക്കുന്ന സംഖ്യ തന്നിട്ടില്ല. ഇവിടെ അംശം 12 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 12 വേഗം എഴുതാം. ഇവിടെയും തന്നിട്ടില്ല. അപ്പോൾ അംശം 12 ആവണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചിട്ടാണ് നമുക്ക് 12 കിട്ടിയത്? 3നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 12 കിട്ടുക? 4 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ 3 ഗുണിക്കണം 4 12. അതേപോലെ 4നെ 4 കൊണ്ടും ഛേദത്തെയും നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 16 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഗുണിക്കുന്ന സംഖ്യ എന്നുള്ള സ്ഥലത്ത് 4 എഴുതാം. ഇവിടെ 12, ഇവിടെ 16 അല്ലേ. അപ്പോൾ 3/4 സമം 3/4 സമം 12/16. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് ഫില്ല് ചെയ്യാം.
ആദ്യത്തേത് നമ്മൾ എഴുതിയത് 2/3, 4, 8, 12. ഓക്കെ. രണ്ടാമത്തേത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? 2/3, 6, പിന്നെ 12, 18, 12/18. ഓക്കെ. ഇവിടെ കോളത്തിൽ കൊള്ളില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് എഴുതിയത്. ഇനി 3/4, 3, 9, പിന്നെ 9/12. ഓക്കെ. 9/12. നാലാമത്തെ 3/4, 4, 12, 16. ഓക്കെ. 3/4 സമം 12/16. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലംസ് പേജ് നമ്പർ 28 അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.